നമസ്കാരം. പശ്ചിമേഷ്യയിലെ ഇറാൻ ഇസ്രായേൽ പോരാട്ടം അതിൻ്റെ ഏറ്റവും അപകടകരമായിട്ടുള്ള ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു വൻ യുദ്ധത്തിൻ്റെ വക്കിലാണ് നാം ഇന്ന് നിൽക്കുന്നത്. ഇറാൻ്റെ സാമ്പത്തിക അടിത്തറയെ പൂർണ്ണമായും തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നിലവിലിപ്പോൾ ആക്രമണങ്ങൾ മുന്നേറുന്നത്. ഇതിൻ്റെ ഭാഗമായി തെക്കൻ ടെഹ്റാനിലെ പ്രധാന എണ്ണ ശുദ്ധീകരണ കേന്ദ്രമായ ടോൺഗുഡിയാന് നേരെ ഇസ്രായേൽ നടത്തിയ പ്രഹരം വലിയ ആഘാതമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ആകാശത്തേക്ക് ഉയരുന്ന കറുത്ത പുകപടലങ്ങൾ ഇറാൻ്റെ ആധുനിക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക തകർച്ചയുടെ സൂചനയായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിലയിരുത്തുന്നു. ഇറാൻ്റെ സൈനിക നീക്കങ്ങളെ തളർത്തുക എന്ന തന്ത്രപരമായിട്ടുള്ള ലക്ഷ്യമാണ് ഈ എണ്ണ കമ്പനികളെ ലക്ഷ്യം വെക്കുന്നതിലൂടെ ഇസ്രായേൽ നടപ്പിലാക്കുന്നത്. ഇറാൻ്റെ സൈന്യത്തിന് ആവശ്യമായ ഇന്ധനം വിതരണം ചെയ്യുന്ന പ്രധാന കേന്ദ്രം തകർന്നതോടെ അവരുടെ പ്രതിരോധ നീക്കങ്ങൾ സ്തംഭനാവസ്ഥയിലായേക്കാം. ഇറാൻ്റെ നട്ടെല്ലായിട്ടുള്ള ഊർജ്ജ മേഖലയ്ക്ക് നേരെ നടന്ന ഈ ആദ്യ പ്രഹരം വരും ദിവസങ്ങളിൽ ലോകവിപണിയെയും ആഗോള സമാധാനത്തെയും എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ. എണ്ണ വിലയിൽ ഉണ്ടാകുന്ന വർധനവ് സാധാരണക്കാരൻ്റെ ജീവിതത്തെ സാരമായിട്ട് ബാധിക്കുമെന്ന മുന്നറിയിപ്പുകൾ ഇതിനോടകം തന്നെ സാമ്പത്തിക വിദഗ്ധർ നൽകിക്കഴിഞ്ഞു. സംഘർഷം കൂടുതൽ വഷളാകുന്നതിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പുതിയ നിലപാടുകൾ വലിയ പങ്കുവഹിക്കുന്നുണ്ട്. ഇറാൻ്റെ മണ്ണിൽ അമേരിക്കൻ കരസേനയെ വിന്യസിപ്പിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ താൽപ്പര്യം കാര്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുകയാണ് ചെയ്യുന്നത്. അഫ്ഗാനിസ്ഥാനിലെ തിരിച്ചടികൾക്ക് ശേഷം വീണ്ടും ഒരു വിദേശ മണ്ണിലേക്ക് അമേരിക്കൻ സൈനികരെ അയക്കുന്നത് ആഗോളതലത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായേക്കാം. ഇറാൻ്റെ ഭരണം പിടിച്ചെടുക്കാനും തങ്ങൾക്ക് താല്പര്യമുള്ളവരെ അവിടെ അധികാരത്തിൽ വാഴിക്കാനുമുള്ള ട്രംപിൻ്റെ മോഹങ്ങൾ ജനാധിപത്യ മൂല്യങ്ങളെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നായി മാറുകയാണ്. അമേരിക്കയുടെ ഈ നീക്കങ്ങൾക്ക് മറുപടിയായി റഷ്യ രംഗത്തെത്തിയത് ഈ യുദ്ധത്തിൻ്റെ ഭീകരത വർദ്ധിപ്പിക്കുന്നു. ഇറാനുമായുള്ള തന്ത്രപ്രധാനമായിട്ടുള്ള പങ്കാളിത്തം മുൻനിർത്തി റഷ്യ ഇൻ്റലിജൻസ് വിവരങ്ങളൊക്കെ തന്നെ കൈമാറുന്നതായിട്ട് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും യുദ്ധക്കപ്പലുകളെയും വിമാനങ്ങളെയും പ്രതിരോധിക്കാൻ ഇറാനെ റഷ്യ സഹായിക്കുന്നത് വൻ ശക്തികൾ തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് നയിച്ചേക്കാം. അത്യാധുനിക ആയുധങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും ഇരുപക്ഷവും ഉപയോഗിക്കുമ്പോൾ സാധാരണ ജനങ്ങൾ മരണഭീതിയിലാണ് ഇപ്പോൾ കഴിയുന്നത്. യുദ്ധം ഇറാൻ ഇസ്രായേൽ അതിർത്തികളിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നതാണ് ഏറ്റവും ഭയപ്പെടുത്തുന്ന വസ്തുത. കഴിഞ്ഞ ദിവസം ദുബൈയിലെ ആഡംബര ഗോപുരമായിട്ടുള്ള മെറീന ടവറിന് മുകളിൽ ഇറാൻ്റെ ഡ്രോണിൻ്റെ അവശിഷ്ടങ്ങൾ പതിച്ചതും ഒരാൾ അവിടെ കൊല്ലപ്പെട്ടതും ഈ സംഘർഷം ഗൾഫ് മേഖലയെ ആകെ വിഴുങ്ങുമെന്നതിൻ്റെ തെളിവാണ്. ഹിസ്ബുള്ളയും ഇറാനും ചേർന്ന് നടത്തുന്ന ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങൾ ഇസ്രായേലിലെ ജനവാസ കേന്ദ്രങ്ങളെയും ഭീതിയിലാഴ്ത്തുന്നു. ആകാശത്തു നിന്ന് പെയ്യുന്ന തീഗോളങ്ങൾ സാധാരണ ജീവിതത്തെ പൂർണ്ണമായിട്ടും തകർത്തിരിക്കുകയാണ്. വൻ ശക്തികൾ തമ്മിലുള്ള ഈ ഒരു ബലപരീക്ഷണം അത് ലോക സമ്പദ് വ്യവസ്ഥയെയും ഊർജ്ജ മേഖലയെയും ഒരുപോലെ നാശത്തിലേക്ക് നയിക്കുമെന്ന് ഉറപ്പാണ്. ഈ പ്രവണത തുടരുകയാണെങ്കിൽ മനുഷ്യരാശി ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള വലിയൊരു വിനാശത്തിലേക്കായിരിക്കും എല്ലാം എത്തിച്ചേരുക. ലോകം ഒരു തീയുണ്ടയ്ക്ക് മുകളിൽ ഇരിക്കുന്നതിന് തുല്യമായ അവസ്ഥയിലാണ് ഇപ്പോൾ ഇന്നുള്ളത്. സമാധാന ചർച്ചകൾ ഉടൻ ആരംഭിച്ചില്ലെങ്കിൽ ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ അത് വരും തലമുറകൾ പോലും അനുഭവിക്കേണ്ടി വരുമെന്നത് തീർച്ചയായും വേദനാജനകമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യം തന്നെയാണ്.